ലോകമെമ്പാടും ആകാംക്ഷയോടെ കാത്തിരുന്ന ചർച്ച പാകിസ്ഥാനിൽ പൊളിഞ്ഞടുങ്ങിയിരിക്കുന്നു. പൊളിഞ്ഞടുങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇരുവിഭാഗവും വീണ്ടും യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ കടുംപിടുത്തമാണ് ചർച്ച എങ്ങും എത്താതെ പോയതെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്ക ഒരു സമ്പുഷ്ടമായ ആണവ ആയുധം വികസിപ്പിക്കുന്നതിൽ നിന്നും ഇറാനെ തടയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചില ആവശ്യങ്ങളാണ് അമേരിക്ക ഇറാന്റെ മുൻപിൽ വെച്ചത് എന്നാണ് ഇറാൻ പ്രതിനിധികൾ പറയുന്നത്. ഏതായാലും ചർച്ച അലസിപ്പിരിഞ്ഞു. ആരും അതിനകത്ത് വലിയ ശുഭാപ്തി വിശ്വാസമൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും കുറച്ചു നാളത്തേക്കൊക്കെ ഈ യുദ്ധം അതിൽ വെടിനിർത്തൽ നീണ്ടു നിൽക്കുമെന്നൊക്കെ പലരും കരുതിയിരുന്നെങ്കിൽ ആ ഒരു ചിന്തയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇരുവിഭാഗവും ഇപ്പോൾ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഇരുവിഭാഗവും അവിടുന്ന് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇതിനിടയിൽ ഇറാൻ പറഞ്ഞത് ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഒറ്റ സിറ്റിങ്ങിൽ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനമാകില്ല എന്നാണ്. അത് നമുക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ഇതെല്ലാം ശരിയായി യുദ്ധം അവസാനിക്കുകയൊന്നുമില്ല. പക്ഷേ ഒട്ടും തന്നെ ഈ ചർച്ച മുൻപോട്ട് പോകാൻ കഴിയാതെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈ ചർച്ചയുടെ. അതിനിടയിൽ വലിയ രീതിയിൽ തന്നെ സൈനിക വിന്യാസം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അമേരിക്ക ഇറാന്റെ ചുറ്റോട് ചുറ്റും നടത്തിയിരുന്നു. ഇറാൻ ആകട്ടെ വലിയ രീതിയിൽ തിരിച്ചടിക്കാനുള്ള സന്നാഹങ്ങളും അവരുടെ രാജ്യത്ത് നടപ്പാക്കുന്നു. ഏതായാലും ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് ലോകത്തിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിന്റെ മുമ്പിലുള്ളത്. ന്യൂസ് ഡെസ്ക്.